നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രേവതി ഉദയ്. തായ്വാനെതിരായ ചൈനയുടെ ഗൂഢതന്ത്രങ്ങൾ വീണ്ടും. ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗിൽ വെച്ച് തായ്വാൻ വൈസ് പ്രസിഡന്റിനെ വധിക്കാൻ ചൈനീസ് ഉദ്യോഗസ്ഥർ പദ്ധതിയിട്ടിരുന്നു എന്ന ചെക്ക് മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്ത്. നിഷേധിച്ച് തായ്വാൻ, വീണ്ടും വിരട്ടി ചൈന. ഡൊണാൾഡ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന സമ്പൂർണ്ണ നികുതി ഇളവ് ചെലവ് ബിൽ വോട്ടെടുപ്പിലൂടെ പരിഗണനയ്ക്കെടുത്തു. തുടർ നടപടികളിലേക്ക് കടന്ന് US സെനറ്റ്. ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ ഏതാനും മാസങ്ങൾക്കുള്ളിൽ സമ്പുഷ്ട യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമെന്ന് UN ആണവ നിരീക്ഷണ മേധാവി റാഫേൽ ഗ്രോസി. പാകിസ്ഥാനിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വിനോദസഞ്ചാരികളുടെ കുടുംബമടക്കം 32 പേർ മരിച്ചു. ഫ്രാൻസിലെ ബീച്ചുകളിലും പൊതുസ്ഥലങ്ങളിലും സിഗരറ്റ് വലിക്ക് നിരോധനം നിലവിൽ വന്നു. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ രഥയാത്രയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 3 പേർ മരിച്ചു. UKയിലെ നോർഫോക്കിലെ പ്ലാന്റ് അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനം ഉപേക്ഷിച്ച് ചൈനീസ് സ്പോർട്സ് കാർ കമ്പനി ലോട്ടസ്. കമ്പനിയുമായി UK ബിസിനസ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സ് ചർച്ചയ്ക്കൊരുങ്ങുന്നു. ഏറ്റവും കൂടുതൽ ബിസിനസ് സ്ഥാപനങ്ങൾ ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് എന്ന് റിപ്പോർട്ട്. പട്ടികയിൽ പാകിസ്ഥാൻ 2ാം സ്ഥാനത്ത്, UK പട്ടികയിൽ 5ാം സ്ഥാനത്തെത്തി. സൗദിയിൽ മൂല്യവർദ്ധിത നികുതി വാറ്റ് പിഴ ഒഴിവാക്കൽ സമയപരിധി 6 മാസത്തേക്ക് കൂടി നീട്ടി. ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും ഉംറ നിർവഹിക്കാമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ശുഭാംശു ശുക്ലയോട് സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ബഹിരാകാശ നിലയം ഉടനെന്നും പ്രധാനമന്ത്രി. വാർത്തകൾ വിശദമായി. ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗിൽ വെച്ച് തായ്വാൻ വൈസ് പ്രസിഡന്റിനെ വധിക്കാൻ ചൈനീസ് ഉദ്യോഗസ്ഥർ ഒരു കാർ കൂട്ടിയിടി നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്ന ചെക്ക് മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്ത്. എന്നാൽ ഇത്തരം ആക്രമണങ്ങളിൽ താൻ ഭയപ്പെടില്ല എന്ന് തായ്വാൻ വൈസ് പ്രസിഡന്റ് സിയാവോ ബി ഖീം പറഞ്ഞു. 2024 മാർച്ചിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം സിയാവോയും തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് ടെയും നടത്തിയ ആദ്യ വിദേശ സന്ദർശനമായി ചെക്ക് റിപ്പബ്ലിക് സന്ദർശിച്ചിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് അകമ്പടിയോടെ പോവുകയായിരുന്ന സിയാവോയുടെ കാറിനെ ഒരു ചൈനീസ് നയതന്ത്രജ്ഞൻ ചുവപ്പ് സിഗ്നൽ ലംഘിച്ച് പിന്തുടർന്നതായി അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സിയാവോയ്ക്കെതിരായ പദ്ധതിയുടെ പുതിയ വിശദാംശങ്ങൾ ചെക്ക് പബ്ലിക് റേഡിയോ സർവീസായ ഇറോഷ്ലാസ് വ്യാഴാഴ്ച വെളിപ്പെടുത്തി. പ്രാഗിലെ എംബസിയിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് നയതന്ത്രജ്ഞരും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും നടത്തിയ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ സംഭവമെന്നും അവർ ഒരു കാർ കൂട്ടിയിടി നടത്താൻ തയ്യാറെടുക്കുകയായിരുന്നു എന്നും ഈ ആഴ്ച പ്രാഗ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പ്രാദേശിക മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. സന്ദർശന വേളയിൽ തന്റെ സുരക്ഷ ഉറപ്പാക്കിയതിന് സിയാവോ ചെക്ക് അധികാരികളോട് നന്ദി പറഞ്ഞു. ചൈനയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ തായ്വാന്റെ താൽപര്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് തന്നെ ഭീഷണിപ്പെടുത്തില്ല എന്ന് അവർ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. പോലീസ് തടഞ്ഞ കാറിന്റെ ഡ്രൈവർ സിയാവോയെ പിന്തുടരുക മാത്രമാണ് ചെയ്തതെന്നും എന്നാൽ ചൈനീസ് എംബസിയിൽ നിന്ന് സിയാവോയെ പ്രകടമായി നേരിടാൻ ഒരുക്കിയ പദ്ധതികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും ചെക്ക് മിലിറ്ററി ഇന്റലിജൻസ് സർവീസ് ഡയറക്ടർ പീറ്റർ ബാർട്ടോവിസ്കി റേഡിയോ ഇറാഷ്ലോസിനോട് പറഞ്ഞു. ചൈനീസ് നയതന്ത്രജ്ഞർ ആതിഥേയ രാജ്യങ്ങളുടെ നിയമങ്ങളും ചട്ടങ്ങളും തങ്ങൾ എപ്പോഴും പാലിക്കുന്നു എന്ന് പ്രതികരിച്ചുകൊണ്ട് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ചെക്കിന്റെ വെളിപ്പെടുത്തലുകൾ നിഷേധിച്ചു. സിയാവോയെ രാജ്യം സന്ദർശിക്കാൻ അനുവദിച്ചുകൊണ്ട് ചെക്ക് സർക്കാർ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഗുരുതരമായി ഇടപെട്ടു എന്നും സിയാവോ കടുത്ത തായ്വാൻ സ്വതന്ത്ര വിഘടനവാദിയാണ് എന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാൻഗുൻ കുറ്റപ്പെടുത്തി. തായ്വാൻ സ്വതന്ത്ര സേനകളുടെ പ്രകോപനത്തിൽപ്പെടുകയോ ഇടപെടുകയോ ചെയ്യുന്നത് ചെക്ക് റിപ്പബ്ലിക് ഒഴിവാക്കണമെന്നും ഉഭയകക്ഷി ബന്ധങ്ങളെ തടസ്സപ്പെടുത്തുന്നതിൽ നിന്നും ദുർബലപ്പെടുത്തുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു. US സെനറ്റിൽ ശനിയാഴ്ച നടന്ന ഒരു പ്രധാന നടപടിക്രമ വോട്ടെടുപ്പിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന സമ്പൂർണ്ണ നികുതി ഇളവ് ചെലവ് ബില്ല് പരിഗണനയ്ക്കെടുത്തു. തുടർ നടപടികളിലേക്ക് കടന്നു. വരും ദിവസങ്ങളിൽ നിയമനിർമ്മാണം പാസാക്കാൻ കഴിയുമെന്ന സാധ്യത വർദ്ധിപ്പിച്ചു. നികുതി ഇളവുകൾ, ചെലവ് ചുരുക്കലുകൾ, ശക്തിപ്പെടുത്തിയ നാടുകടത്തൽ ഫണ്ടുകൾ എന്നിവയെ പാക്കേജിനെ ചൊല്ലി റിപ്പബ്ലിക്കന്മാർ ഭിന്നിച്ചതോടെ ട്രംപ് ഒപ്പിവെച്ച ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ കുറിച്ചുള്ള വോട്ടെടുപ്പ് ശനിയാഴ്ച വൈകുന്നേരം കുറച്ചു നേരത്തേക്ക് സ്തംഭിച്ചു. ട്രംപ് നികുതി ഇളവുകളിൽ മെഡിക്കേഡ്, ഭക്ഷ്യ സ്റ്റാമ്പുകൾ, മറ്റ് പരിപാടികൾ എന്നിവയ്ക്കുള്ള ചെലവ് കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളോട് എല്ലാ റിപ്പബ്ലിക്കൻ സെനറ്റർമാരും യോജിച്ചില്ല. ഒടുവിൽ സെനറ്റ് 51-നെതിരെ 49 വോട്ടുകൾക്ക് നിയമനിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് വോട്ട് ചെയ്തതോടെ ബില്ലിന്മേലുള്ള ഒരു പ്രധാന നടപടിക്രമ തടസ്സം നീങ്ങി. US-ന്റെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളിൽ നിരവധി ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇറാന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ സമ്പുഷ്ട യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങാൻ കഴിയുമെന്ന് UN ആണവ നിരീക്ഷണ മേധാവി റാഫേൽ ഗ്രോസി പറഞ്ഞു. ടെഹ്റാന്റെ ആണവ പദ്ധതികൾക്കായി ഉപയോഗിക്കുന്ന 3 പ്രധാന കേന്ദ്രങ്ങളിൽ US ബോംബാക്രമണം നടത്തിയെങ്കിലും ചിലത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും റാഫേൽ ഗ്രോസി പറഞ്ഞു. ഇറാനെ ആണവായുധം വികസിപ്പിക്കുന്നതിൽ നിന്നും തടയുക എന്നതാണ് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് ജൂൺ 13-ന് ഇസ്രായേൽ ഇറാനിയൻ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ആരംഭിച്ച ബോംബാക്രമണത്തിന് പിന്നാലെ US ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു. ആണവ കേന്ദ്രങ്ങൾക്കുണ്ടായ നാശനഷ്ടത്തിന്റെ വ്യാപ്തി ഗുരുതരമാണ്. പക്ഷേ വിശദാംശങ്ങൾ വെളിപ്പെടുത്തില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പറയുന്നു.
പാകിസ്ഥാനിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വിനോദസഞ്ചാരികളുടെ ഒരു കുടുംബമടക്കം 32 പേർ മരിച്ചു. വടക്കൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വയിൽ സോത്ത് നദി കരകവിഞ്ഞൊഴുകിയതോടെയായിരുന്നു രക്ഷാപ്രവർത്തകർ കാത്തിരുന്ന ഒരു കുടുംബം ജനക്കൂട്ടത്തിന്റെ കൺമുന്നിൽ വെച്ച് വെള്ളപ്പൊക്കത്തിൽപ്പെട്ടത്. കഴിഞ്ഞ 36 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനിൽ ഉണ്ടായ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിലും കനത്ത മഴയിലും 16 കുട്ടികൾ ഉൾപ്പെടെ 32 പേർ മരിച്ചു. 13 പേർ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ളവരും 19 പേർ വടക്കു പടിഞ്ഞാറൻ ഖൈബർ പഖ്തൂൺഖ്വയിൽ നിന്നുള്ളവരുമാണ്. ഫ്രാൻസിലെ ബീച്ചിലോ പൊതു പാർക്കിലോ സിഗരറ്റിനായി ലൈറ്റർ തെളിയിക്കുന്നവരെ ഞായറാഴ്ച മുതൽ നിയമം ലംഘിക്കുന്നവരായി കണക്കാക്കും. പാസീവ് പുകവലിയുടെ അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പുതിയ നിയമങ്ങൾ ഫ്രാൻസിൽ നിലവിൽ വന്നു. ബസ് ഷെൽട്ടറുകൾ, ലൈബ്രറികൾ, നീന്തൽക്കുളങ്ങൾ, സ്കൂളുകൾ എന്നിവയുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ എന്നിവയും നിരോധനത്തിന്റെ പരിധിയിൽ വരും. ശനിയാഴ്ച സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിന് ഒരു ദിവസത്തിനു ശേഷം ഇത് പ്രാബല്യത്തിൽ വരും. ബീച്ചിലെ സിഗരറ്റ് പുകയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി ഫ്രാൻസിലെ സ്കൂൾ അവധി ദിവസങ്ങൾ ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ അധികൃതർ ഈ നിയമം നടപ്പാക്കി. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ രഥയാത്രക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 3 പേർ മരിച്ചു. ഗുണ്ടിച്ച ക്ഷേത്രത്തിന് സമീപത്ത് ശാരദാബലി ഭാഗത്ത് പുലർച്ചെ 4:30യോടെയായിരുന്നു അപകടം. 10ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരിച്ചവരിൽ 2 സ്ത്രീകളും 70കാരനും ഉൾപ്പെടുന്നു. ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ ജഗന്നാഥൻ, ബലഭദ്രൻ, സുഭദ്ര എന്നിവരുടെ പേരിലുള്ള 3 രഥങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ബലഭദ്ര ഭഗവാന്റെ രഥം വലിക്കാൻ വൻ ജനക്കൂട്ടം എത്തിയതിനെ തുടർന്ന് തിക്കും തിരക്കും ഉണ്ടായി. രഥയാത്ര ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ആയിരക്കണക്കിന് ഭക്തർ ജഗന്നാഥനെ ദർശിക്കാൻ തള്ളിക്കയറിയതാണ് അപകടത്തിനിടയാക്കിയത്. ക്ഷേത്ര കവാടങ്ങൾക്ക് സമീപം പെട്ടെന്നുണ്ടായ ജനപ്രവാഹം പരിഭ്രാന്തി പരത്തുകയായിരുന്നു. ട്വിറ്റർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഓൺലൈനിൽ കണ്ടുമുട്ടിയ 9 പേരെ കൊലപ്പെടുത്തിയ ട്വിറ്റർ കൊലയാളിയുടെ വധശിക്ഷ നടപ്പിലാക്കി ജപ്പാൻ. 2017 പഴയ ട്വിറ്ററിൽ കണ്ടുമുട്ടിയ 9 പേരെ കൊലപ്പെടുത്തി അവയവങ്ങൾ മുറിച്ചുമാറ്റിയതിന് തകഹിരോ ഷിറൈഷിക്ക് ജൻപൻ വധശിക്ഷ വിധിച്ചിരുന്നു. വെള്ളിയാഴ്ചയാണ് കൊലയാളിയെ തൂക്കിലേറ്റിയത്. 15നും 26നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെയാണ് ഷിറൈഷി ടോക്കിയോയ്ക്കടുത്തുള്ള തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്നതെന്നും അവിടെ വെച്ച് അവരെ കൊന്ന മൃതദേഹങ്ങൾ വെട്ടിമുറിച്ചതായും പോലീസ് കണ്ടെത്തി. കൊല്ലപ്പെട്ടവരെ ട്വിറ്ററിൽ ബന്ധപ്പെടുകയും അവരെ മരിക്കാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ആ 9 പേരെയും കൊലപ്പെടുത്തിയതായും അയാൾ വിചാരണ വേളയിൽ സമ്മതിച്ചിരുന്നു. യുകെയിലെ നോർഫോക്കിലെ പ്ലാന്റ് അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനം ചൈനീസ് സ്പോർട്സ് കാർ കമ്പനി ലോട്ടസ് ഉപേക്ഷിച്ചു. ഇതോടെ UK ബിസിനസ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സ് ലോട്ടസുമായി ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് ചർച്ച നടത്തും. നോർഫോക്കിലെ ഹെതൽ പ്ലാന്റിലെ നിർമ്മാണം നിർത്താൻ ചൈനീസ് ഉടമയായ ഗീലി പദ്ധതിയിടുന്നതായും ഇത് 1300 തൊഴിലവസരങ്ങളെ അപകടത്തിലാക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് ഫാക്ടറി അടച്ചുപൂട്ടാൻ ഒരു പദ്ധതിയും ഇല്ല എന്ന് ലോട്ടസ് പ്രസ്താവന ഇറക്കുകയായിരുന്നു. ചൈനീസ് മൾട്ടിനാഷണൽ ഗീലിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ബ്രിട്ടീഷ് സ്പോർട്സ് കാർ ബ്രാൻഡ് ലോട്ടസ്. US-ൽ ഒരു പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി UKയിലെ പ്ലാന്റ് അടച്ചുപൂട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലെ ജോൺസ് ബീച്ച് സ്റ്റേറ്റ് പാർക്കിൽ നീന്താനിറങ്ങിയ യുവതി സ്രാവിന്റെ ആക്രമണത്തിനിരയായതോടെ ബീച്ചിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. മുറിവുകൾ ഗുരുതരമല്ല എന്നും ചികിത്സ നൽകിയതായും സംസ്ഥാന പാർക്ക് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഡ്രോണുകൾ ഉപയോഗിച്ച് കടലിൽ നടത്തിയ പരിശോധനയിൽ കടിയേറ്റത് സാൻഡ് ടൈഗർ സ്രാവിൽ നിന്നാണെന്ന് സംസ്ഥാന ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവത്തിനു ശേഷം നീന്തൽ ഉടൻ നിർത്തിവെച്ചു. വ്യാഴാഴ്ച രാവിലെ ഡ്രോണുകളും ലൈഫ് ഗാർഡുകളും വെള്ളം പരിശോധിച്ചതിന് ശേഷം നീന്തൽ പുനരാരംഭിച്ചു. നീന്തൽക്കാരെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള പെട്രോളിംഗ് വേനൽക്കാലം മുഴുവൻ തുടരാൻ അധികൃതർ തീരുമാനമെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ്.